ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഷില്ലോങ്ങിലേക്ക് പോവുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹി, ഡൽഹിയിൽ നിന്ന് നേരെ ഗുവാഹട്ടി. എൻ്റെ ആദ്യത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ഗായ്സ്, ഒരു സാധനം കാണിച്ചു തരാം. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? ഇനി ഇവിടെയും കുറച്ച് പേരുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ബൈ. ഗൈസ്, അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടെർമിനൽ 3 തപ്പിയുള്ള നടത്തയാണ്. എന്തൊരു വലിയ കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ലഗേജ് കറക്റ്റായിട്ട് എത്തും, നമ്മളെത്തിയില്ലെങ്കിലും. എൻ്റെ അടുത്ത ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് വെയിറ്റിങ്ങിലാണ് ഗൈസ്. നല്ല അണപ്പുണ്ട്. ഗൈസ്, അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഗുവാഹട്ടിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. വിൻഡോ സീറ്റ് തന്നെ കിട്ടി, പക്ഷെ ചെറിയൊരു ചതി പറ്റി. യവനാണ് ഞാൻ പറഞ്ഞ ചതി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഗുവാഹട്ടി എയർപോർട്ട് ലക്ഷ്യമാക്കി ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പൊങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഹിമാലയനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. ഈ വ്യൂ എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഗുവാഹട്ടി എയർപോർട്ടിൽ ലാൻഡായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഗുവാഹട്ടിയിൽ ഇറങ്ങി നടന്ന് പോവുകയാണ്. എല്ലാവരും നടക്കുന്ന പൊസിഷനിലോട്ട് ഞാനും നടക്കുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വണ്ടി ഉടനെ വരുന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നടന്ന് ലഗേജൊക്കെ എടുക്കുന്ന സ്ഥലത്തെത്തി. ലഗേജൊക്കെ എടുത്ത് അങ്ങനെ പുറത്ത് വന്നപ്പോഴത്തേക്കിനാണ് നമ്മുടെ ബസ് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ വന്ന ട്രാവലർ ഇതാണ്. കൂടെ വന്ന് അവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പോയില്ല. കുറച്ച് കഴിയുമ്പോൾ ലൊക്കേഷൻ എത്തും, അവിടെ ഇറങ്ങും. ഗായ്സ്, അങ്ങനെ കൊല്ലത്തുനിന്ന് പുറപ്പെട്ട ഞാൻ അതിവിജയകരമായി ഷിലോങ്ങിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഗായ്സ്, എനിക്ക് വ്ളോഗ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എനിക്കിവിടെ കുറേ വീഡിയോസ് എടുക്കാനുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്, മീഡിയ ടേക്കിംഗ്, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ സെയിലിങ്ങിൻ്റെ ഇനാഗുറേഷനാണ്. മേഘാലയൻ ചീഫ് മിനിസ്റ്ററാണ് നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്ത്യൻ സെയിലിംഗ് ലീഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്വിസ് മത്സരമാണ്. അപ്പം എല്ലാ ടീമുകളെയും ലൈനപ്പായിട്ട് ഇരുത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. So did you got some good shots? Yeah. The videos posting in ISL, no? You are doing that? Yeah. Oh, nice. I didn't know that. Guys, ഇവിടെ DJ നടക്കണ. DJ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ പാർട്ടിയും ഈവൻറ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഡേ 1. അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, അതാണ് ഞാൻ ഇന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നാളെ കാണാം ഗായ്സ്. അപ്പോൾ ഡേ 2 ആയിട്ടുണ്ട്. എനിക്ക് വ്ളോഗിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനില്ല. ഡെയിലി ഈ സെയിലിങ്ങിൻ്റെ കണ്ടൻറ്റ് മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളൂ. നിലവിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് ഞാൻ വ്ളോഗ് വൈൻഡപ്പ് അടിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ റേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതലും ഈ സൈഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഇത്രയും ലോങ്ങിലായിരിക്കും റേസ് നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഒരു ബോട്ട് ലോഞ്ചിങ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ സെയിലിംഗ് ലീഗ് അവസാനിക്കുകയാണ്. ഇനി ക്ലോസിംഗ് സെറമണിയുടെ കുറച്ച് പരിപാടികളും കൂടെ ഉള്ളൂ.
ഞാനിത് ഷോട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. 4 ദിവസത്തെ ഫംഗ്ഷനായിരുന്നു ഗൈസ് ഇത്. നമ്മൾ ISL കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ കാണിച്ചത് ഗൈസ്. അങ്ങനെ ISL കഴിഞ്ഞപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ LED വാളിൽ ഇട്ട് എല്ലാവരും കാണിക്കുകയാണ് ഗൈസ്. Hey guys, follow this proxy guide. Proxy का क्या? Hello. हाँ भैया. इधर ही है, जहाँ है हेड ऑफिस. क्या डाउन? ഗൈസ്, എനിക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവര് ഭാഷയൊന്നും വേണ്ട, നമുക്ക് നമ്മള് കമ്പനി ആയിട്ട്. അയ്യോ, നമുക്കിപ്പോ റഷ്യൻ പിള്ളേരും ഉണ്ട് കൂടെ, ഉണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ കളി കഴിഞ്ഞ This will. എനിക്കിവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി, അടിപൊളിയായി. ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. പിന്നെ തോടാ തോടാ ഹിന്ദി പോലും അതൊന്നും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് അറിയത്തില്ല, നല്ല കാറ്റാണ് ഇപ്പൊ ഇവിടെ. ചന്ദ്രൻ ചന്ദ്രൻ അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ഇതിപ്പോ ഞാനിവിടെ വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി? 6 ദിവസമായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള പ്ലാനിലാണ്. അവിടെ നിന്നൊരു പയ്യനെ കൊണ്ട് നമ്മൾ ഫോട്ടോ അതിവിജയകരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൽഫിയും കൂടെ കാച്ചി ഗൈസ്. ചില ഫ്രണ്ട്ഷിപ്പൊക്കെ ഇങ്ങനെ കുറച്ച് നേരത്തെ കമ്പനി ഉള്ളെങ്കിലും നമ്മൾ കുറേ മെമ്മറീസ് ഉണ്ടാക്കും. അങ്ങനെ അവരെ പിരിയുന്നൊരു വിഷമം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവരെയൊക്കെ യാത്രയാക്കി റൂമിൽ വന്നു. നമ്മുടെ ISL മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു സെക്ഷൻ ഇനി ഒരു 2-3 ദിവസത്തേക്കുണ്ട് ഗൈസ്. അപ്പോൾ സെയിം പരിപാടി തന്നെയാണ്. നോർത്ത് റഗാട്ട, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലൊന്ന് പോയി 3-4 ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളതിൻ്റെ പരിപാടി ഗൈസ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ്. ഇവിടുത്തെ പരിപാടിയെല്ലാം അവസാനിച്ചു. മറ്റേ കാറ്റ് കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള റേസിംഗ് ഒന്നും ഇല്ല. ഇതായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഇനി എൻഡിങ് സെറമണിയും കൂടെ ഉള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും മിസ് ചെയ്യും സ്വാഭാവികമായിട്ടും. അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഗൈസ്. ഗൈസ്, അങ്ങനെ ഷിലോങ്ങിൽ ഒരു 15 ദിവസത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ക്ലോസിംഗ് സെറമണി വലുതായിട്ട് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഫോട്ടോഷൂട്ടും മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളു ഗൈസ്. പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് കണക്ക് നടക്കുന്നത്. നേരത്തെ ഉള്ള സ്ഥലം കണക്കേ തോന്നുന്നില്ല, ഭയങ്കര വ്യത്യാസം. കണ്ട, ഇതായിരുന്നു നമ്മുടെ മീഡിയ റൂം. പിന്നെ ഇവിടെ നിങ്ങണ്ടൊക്കെ ഉണ്ടായിരുന്നു, മറന്നുപോയി. അത് മെസ്സ്, സ്റ്റേജ് എപ്പോഴും ഉള്ളതാണ്. ഒരു ഈവൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു വിഷമം, ആ വിഷമം അനുഭവിക്കാൻ വേണ്ടി ഒന്നുകൂടെ വന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇന്നിപ്പോൾ ഏപ്രിൽ 9-ാം തീയതി ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ ഫ്ലൈറ്റ്. അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ബസ്സിൽ പോകും. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. തിരിച്ചു പോകുന്നത് നമുക്ക് പാർട്ട് 2 ആയിട്ടിറക്കാം. ഓക്കെ, ബൈ ഗൈസ്.